ഹായ്, വെൽക്കം ടു പട്ടി ടോക്സ്. ഇന്ന് 26 മാർച്ച് 2025. ഇന്ന് ഞാനെടുത്ത ട്രേഡ് ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണിത്. ഈ വീഡിയോ ഒരിക്കലും ഞാൻ എൻ്റെ പ്രോഫിറ്റ് കാണിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ട്രേഡിൻ്റെ സക്സസ് റേഷ്യോസ് കാണിക്കാനോ ഒന്നുമല്ല. ഒരുപാട് ട്രേഡേഴ്സ് സ്വന്തമായിട്ട് ഒരു സെറ്റപ്പ് ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ച ലോജിക്സും എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് കൺസിഡർ ചെയ്തു, എന്ത് സെറ്റപ്പിലാണ് ഞാൻ കൺസിഡർ ചെയ്തത് എന്നുള്ളത് മാത്രമാണ്. ഇത് കാണുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ട് സ്വന്തമായിട്ടൊരു സെറ്റപ്പ് എടുക്കാൻ സാധിക്കും. സോ പ്ലീസ് വാച്ച്. ഓക്കെ, നമുക്ക് ട്രേഡിലേക്ക് വരാം. നമ്മൾ ട്രേഡ് കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. പക്ഷെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നല്ലൊരു വീക്ക്നെസ് കാണിച്ചു. പക്ഷെ വീക്ക്നെസ് കാണിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ട്രേഡ് കൺസിഡർ ചെയ്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ ഒരു ഏരിയയിൽ വന്നു, പിന്നെ വീണ്ടും ഒരു ഹൈ ഫോം ചെയ്തു. വീണ്ടും ഈ ഒരു ലോയെ വീണ്ടും ബ്രേക്ക് ചെയ്തു. അതും നല്ല സ്ട്രെങ്തോടെയാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിന് ഒരു വീക്ക്നെസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു മാർക്കറ്റ് ഇനി എന്താണ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് റിട്ടേൺ അടിച്ചു. നമുക്കൊരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഏരിയയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് സപ്പോർട്ട് ഒരുപാട് തവണ എടുത്ത് ഒരു തവണ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആൾക്കാർ സ്റ്റോപ്പ് ലോസ് എടുത്ത് ട്രേഡേഴ്സിന് സ്റ്റോപ്പ് ലോസ് എടുത്ത് മുകളിൽ പോയി. അതിനുശേഷം വീണ്ടും അതേ ഏരിയയിൽ തന്നെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വീണ്ടും അത് നല്ല ഒരു ഹൈ വോളിയത്തിലൂടെ അത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷമാണ് മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഏരിയയിലോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറി. ഓക്കെ, അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ട് നമ്മൾ ഫിബ് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 38.2% ഒരു റിജക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ആ ഏരിയയിൽ തന്നെ നമുക്ക് എന്താ കാണാൻ പറ്റും, ഒരു റെസിസ്റ്റൻസ് ലൈൻ കാണാൻ പറ്റും, ഒരു FBG കാണാൻ പറ്റും. അപ്പൊ നമുക്ക് 2-3 കേസുകളായി ഈ ഏരിയയിൽ മാർക്കറ്റിന് റിജക്ഷൻ സംഭവിക്കുന്ന ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് അവിടെ ഒരു എന്താ പറയേണ്ടത്, ഈവനിങ് സ്റ്റാറാ മോർണിംഗ് സ്റ്റാറാ, അതായത് റിജക്ഷൻ മാർക്കറ്റ് അങ്ങനെ കരുതിയാൽ മതി. അവിടെ റിജക്ഷൻ ഫോം ചെയ്താണ്. ഈ ഒരു റിജക്ഷൻ ഫോം ചെയ്ത് ഒരു പിൻ ഹാൻഡ് ഒരു നല്ല രീതിയിൽ ബിക്കോട് ഒരു റിജക്ഷൻ തന്നു. അതായത് ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയെന്ന് കാണിക്കുന്ന ഒരു ഇതാണ്, ഒരു സിമ്പിൾ ആണത്. അതിനുശേഷം ഞാൻ ആ ഒരു ഭാഗത്ത് ട്രേഡ് എടുത്തില്ല, മറിച്ച് വീണ്ടും ഒരു എന്താ പറയേണ്ടത് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. അവിടെയാണ് ട്രേഡ് എടുത്തത്. ട്രേഡിംഗ് എപ്പോഴും നമുക്ക് പേഷ്യൻസ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഏരിയ നമ്മൾ ട്രേഡ് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ട്രേഡ് കൺസിഡർ വേറെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് കണ്ടില്ലേ ട്രെൻഡ് ലൈൻ ഫോമിൽ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റിന് താഴോട്ട് വരാൻ വേണ്ടി ട്രെൻഡ് ലൈൻ ഫോമിൽ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. ഒരു ഏർലി എൻട്രി എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇത് കൺസിഡർ ചെയ്തു. അപ്പം ഞാൻ മാക്സിമം ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്സ് ഒന്നും നോക്കാറുണ്ട്. അതുകൊണ്ട് എന്റെ എൻട്രി ആക്ച്വലി ഈ ഒരു ബ്രേക്ക്ഔട്ടിലാണ് വരേണ്ടത്. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്തത് ഏർലി എൻട്രി ഇത് കൺസിഡർ ചെയ്തു. അതിനുശേഷം എന്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലോട്ടാണ് വെച്ചത്. കാരണം പെട്ടെന്നൊരു സ്പൈക്ക് വന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കരുതെന്ന് വിചാരിച്ചാൽ കുറച്ച് മുകളിൽ സെറ്റ് ചെയ്തത്. ഒരു 1:1.59 ആണ് ഈ ഒരു ട്രേഡിൽ എന്റെ റിസ്ക് റിവാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ട്രേഡിന്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ട്രേഡിന്റെ ലോജിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.